പ്രൈസ് ദി ലോർഡ്. ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 108 സങ്കീർത്തനം 5 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിക്കും മീതെ തന്നെ. സർവ്വഭൂമിക്കും മീതെ മഹത്വമുള്ളവൻ. ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. കാരണം ദൈവത്തിന് തുല്യൻ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം സർവ്വമഹത്വത്തിനും യോഗ്യനാണ്. ദാവീദിന്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്നു വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ അനുസരണമുള്ളവനായി തീർന്നത് നിമിത്തം പിതാവായ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നമ്മുടെ ശുശ്രൂഷകളിൽ നാം മഹത്വപ്പെടുകയോ നമ്മെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. നമ്മിൽ കൂടെ, നാം ഓരോരുത്തരിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുകയത്രേ ചെയ്യേണ്ടത്. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.